യെസ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഹാപ്പിനെസ്, ഓക്സിജൻ ഇന്റർനാഷണൽ. തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും എനിക്ക് പറയാനുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ഓക്സി ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി മുമ്പോട്ട് വെക്കുന്നത്. പീസ്, ഹെൽത്ത്, വെൽത്ത്. അതായത് നല്ല സമാധാനവും നല്ല ആരോഗ്യവും നല്ല സമ്പത്തുമാണ് ഈ ഒരു കമ്പനി പ്രധാനമായിട്ടും മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 2018 ഓഗസ്റ്റിലാണ്. കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് വരുന്നത് ബംഗളൂരാണ്. കമ്പനി സെൻട്രൽ കൺസ്യൂമർ അഫയേഴ്സിൽ ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയാണ്. കഴിഞ്ഞ 6 വർഷമായി കൃത്യമായിട്ട് ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടും കൃത്യമായിട്ട് പ്രൊഡക്റ്റുകൾ ഡെലിവറി ചെയ്തുകൊണ്ടും ഗവൺമെന്റിന്റെ, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും എല്ലാവിധ ഗൈഡ് ലൈൻസും അനുസരിച്ചുകൊണ്ട് കൃത്യമായിട്ട് പ്രവർത്തിച്ച് വരുന്ന ഒരു കമ്പനിയാണ് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കമ്പനി. ഈ ഒരു കമ്പനിയുടെ വിഷൻ ആൻഡ് മിഷൻ എന്ന് പറയുന്നത് ബിക്കം വൺ ഓഫ് ദ ടോപ്പ് 10 ഫോർച്യൂൺ 500 കമ്പനീസ്. അതായത് ലോകത്തിൽ തന്നെ ഒരു 500 ഫോർച്യൂൺസ് കമ്പനീസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ടോപ്പ് 10ൽ എത്തിച്ചേരുക എന്നുള്ളതാണ് കമ്പനിയുടെ വിഷനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 2035 ആകുന്ന സമയത്ത് ലോകത്തിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആകുക എന്നുള്ളതാണ് ഓക്സിയുടെ വിഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കമ്പനിയുടെ മിഷൻ എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളിലേക്കും സമാധാനവും, എന്താ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആരോഗ്യവും സമ്പത്തും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കിവിടെ കാണാം ഡോക്ടർ അബ്ദുൽ അർഷാദ് സാർ. ഇദ്ദേഹമാണ് ഈ ഒരു കമ്പനിയുടെ വിഷണറി ഫൗണ്ടർ ആയിട്ട് വരുന്നത്. ഇത് കമ്പനിയുടെ ലീഗൽ ഒതന്റിക്കേഷൻസ് ആണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു കമ്പനി പ്രധാനമായിട്ടും ഏകദേശം 9ഓളം പ്രൊജക്റ്റുകളാണ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആണ്. രണ്ടാമത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് സ്മാർട്ട് ടീ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. മൂന്നാമതായിട്ട് വരുന്നത് ഓക്സി ചാനൽ പാർട്ണർഷിപ്പ് ആണ്, അതായത് ഷോപ്പുകളിൽ ടൈപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നാലാമതായിട്ട് വരുന്ന നമുക്കറിയാം ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന, എസ്പെഷ്യലി എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ കേരളത്തിൽ പോലും ഗവൺമെന്റ് മോണിറ്ററിംഗ് മെക്കാനിസം വെബ്സൈറ്റ് ഒക്കെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു മേഖല വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ പ്രൊജക്റ്റ് ആണ്. അഞ്ചാമത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് മൈ ഡ്രീം മൈ ബ്രീത്ത്. അതായത് നമ്മുടെ പ്രകൃതിക്ക് വേണ്ടിയിട്ട് കമ്പനി ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ് മൈ ഡ്രീം മൈ ബ്രീത്ത് എന്ന് പറയുന്നത്. ആറാമത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് ഓക്സി സിറ്റി ആണ്. അതായത് ഡെവലപ്മെന്റ്സ് ആണ് കമ്പനി സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഓക്സി പേ എന്ന് പറയുന്നത് നമ്മുടെ ആമസോൺ, അതുപോലെ തന്നെ ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ളൊരു ആപ്ലിക്കേഷൻ ആണ് ഓക്സി പേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓക്സി പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത് ബൾക്ക് പർച്ചേസുകളാണ്. അത് അതിന് സിമ്പിളായിട്ട് ഞാൻ നെക്സ്റ്റ് സ്ലൈഡുകളിൽ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. അതുപോലെ തന്നെ ഓക്സി സർവീസസ്, അതായത് മറ്റുള്ള എല്ലാ സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൈറ്റാണ് ഓക്സി സർവീസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് നോക്കാം. അത് പറയുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ നിങ്ങളോട് പറയാലോ, ഈ ഒരു കമ്പനി 9 പ്രൊജക്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ്ലി ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പ്രൊജക്റ്റാണ് കമ്പനി ഫൗണ്ടേഷൻ എന്ന നിലയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ പ്രൊജക്ട് തന്നെയാണ് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ. രണ്ടാമത് ചാനൽ പാർട്ണർ സിസ്റ്റം. ഈ 2 പ്രൊജക്റ്റാണ് കറന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പ്രൊജക്റ്റ് ആണ് നിങ്ങളോട് ഇപ്പൊ സംസാരിക്കുന്നത്, ദ റൈറ്റ് ചോയ്സ് ഫോർ കംപ്ലീറ്റ് ഹെൽത്തി ഫാമിലി. അതായത് നിങ്ങൾ നല്ലൊരു ആരോഗ്യമുള്ള ഒരു ഫാമിലിയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചോയ്സ് ആണ് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റുകളെല്ലാം 100% നാച്ചുറൽ ആണ്, 100% ഹെർബൽ ആണ്, സീറോ കെമിക്കൽ ആണ്, സീറോ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ആണ്, അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, പ്രൂവൺ റിസൾട്ട് ആണ്. നമുക്കറിയാം ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്താന്ന് എല്ലാവർക്കും നമുക്ക് അറിയുന്നുണ്ട്. അതായത് ഇന്ന് കാണുന്ന നമ്മുടെ ഭക്ഷണം കൊണ്ട് പല വ്യക്തികൾക്കും ജീവിതശൈലി രോഗങ്ങൾ പെടുന്നുണ്ട് അല്ലെ. നമ്മൾ എന്തൊക്കെ കേട്ടിട്ടുണ്ട് ജീവിതശൈലി രോഗങ്ങളെ പറ്റിയിട്ട്? പല ജാതി പേരുകൾ പോലും അറിയാത്തല്ലേ. പ്രത്യേക എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോള്, അതുപോലെ തന്നെ ഷുഗർ, തൈറോയിഡ്, പെണ്ണുങ്ങൾക്ക് വരുന്ന PCOD പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് വരുന്ന ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളില്ലാത്ത പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അലർജിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 1 ഫുഡ് സപ്ലിമെന്റ്സ് ആണ് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എവിടുന്നാണ് ഈ പ്രൊഡക്റ്റ് ഉത്ഭവം എന്ന്. തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ സയന്റിസ്റ്റ് ആൻഡ് റിസർച്ചർ ആയിട്ട് വരുന്നത് ഡോക്ടർ സജീവ് കുമാറാണ്. അദ്ദേഹത്തിന്റെ ഒരു ആശയം, അദ്ദേഹം ജനങ്ങളോട് മുമ്പോട്ട് വെക്കുന്ന ഒരു ആശയം തന്നെ ഫുഡ് എന്ന് പറയുന്നത് മെഡിസിൻ ആണെന്നാണ്. അതായത് ഭക്ഷണത്തിലൂടെ മെഡിസിനൽ വാല്യൂ ഉള്ള ഫുഡ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ ലക്ഷ്യം.
നമുക്കറിയാം, ഡോക്ടർ സജീവ് കുമാർ നിങ്ങളൊന്ന് ജസ്റ്റ് യൂട്യൂബ് അടിക്കുകയാണെങ്കിൽ അദ്ദേഹം കളകൾ കൊണ്ട് സദ്യ ഉണ്ടാക്കി കൊടുത്തൊരു മനുഷ്യനാണ് നിയമസഭയിൽ. ഓക്കെ. അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ തന്നെ അന്നം ഔഷധം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനാണ്. അതുപോലെ തന്നെ ഈ ഒരു ഓക്സി വെൽനസ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മുമ്പത്തെ കാസർഗോഡ് ജില്ലയിലെ റിട്ടയർഡ് DMO ആയിട്ടുണ്ടായിരുന്ന ഡോക്ടർ AV സുരേഷ് സാറാണ്. അദ്ദേഹം മുമ്പത്തെ DMO ആയിരുന്നു, ന്യൂട്രീഷണൽ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇദ്ദേഹമാണ് നമ്മുടെ വെൽനസ് ബോർഡ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കമ്പനിയുടെ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള ഏകദേശം 15ഓളം ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾ. ഓക്കെ. ഇനി ഈ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അനാലിസിസ് ഫോമാണ്. അതായത് ഈ ഓരോ പ്രൊഡക്റ്റിന്റെ കൂടെയും കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോം കൊടുക്കുന്നുണ്ട്. ഈ ഫോം എന്തിനാ കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രൊഡക്റ്റ് കഴിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്ത് നിങ്ങളവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കാനാണ് പറയുന്നത്. ദെൻ ആഫ്റ്റർ നിങ്ങൾ 15 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ബ്ലഡ് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പം കിട്ടുന്ന മാറ്റം നിങ്ങളവിടെ നോട്ട് ചെയ്യാണ് പറയുന്നത്. ഇങ്ങനെ പ്രൊഡക്റ്റിന്റെ കൂടെ ഫോം കൊടുക്കുന്ന ലോകത്തിൽ തന്നെ ആദ്യത്തെ കമ്പനിയാണ് തീർച്ചയായിട്ടും നമുക്ക് പറയാം ഓക്സി ഇന്റർനാഷണൽ. കാരണം അത്രയും നമുക്ക് പ്രൂവൺ ആയിട്ടുള്ള റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റുകളാണ് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ കഴിഞ്ഞ 6 വർഷമായിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ, ഫോസ്കോസ് എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ ലിസ്റ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ സ്കാനർ കാണാം. ഈ സ്കാനറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് വെക്കാം. നമ്മുടെ ഗവൺമെന്റ് എല്ലാ സർട്ടിഫിക്കേഷൻ സൈറ്റിലേക്ക് നമുക്ക് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇനി ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മാർട്ട് ടീ ഷോപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. സത്യത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിലവിൽ പ്രീ ലോഞ്ചിങ് പീരീഡിലാണ്. എന്നാണ് കമ്പനിയിൽ 10 lakh മെമ്പേഴ്സ് ആവുന്നത് അന്നാണ് ഇതിന്റെ ഒഫീഷ്യൽ ലോഞ്ച് വരുന്നത്. ഇപ്പൊ ഉള്ളത് ഏകദേശം 3.5 ലക്ഷത്തോളം മെമ്പേഴ്സ് ആണ് ഇപ്പൊ നിലവിൽ ID ജനറേറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പൊ പലരും ചോദിക്കുന്നതാണ് എന്താണ് ഈ സ്മാർട്ട് ടീ ഷോപ്പ് എന്നുള്ള. സ്മാർട്ട് ടീ ഷോപ്പ് എന്ന് പറയുന്നത് ആമസോൺ അതുപോലെ തന്നെ ഓയോ, സൊമാറ്റോ, യൂബർ, ഫ്ലിപ്കാർട്ട് ഇതുപോലുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് സ്മാർട്ട് ടീ ഷോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഒരു നമ്മുടെ ഒരു #, എന്ന് പറയുന്നത് അവർ എക്സ്പെൻഡിച്ചർ ഈസ് അവർ ഇൻകം. അതായത് നിങ്ങളുടെ ചിലവുകളെ ഇനി വരുമാനമാക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ. നമ്മുടെ ഒഫീഷ്യൽ ലോഞ്ച് ഓൾറെഡി പറഞ്ഞു 10 ലക്ഷം മെമ്പേഴ്സ് ആയിട്ടാണ് ഇതിന്റെ ഒഫീഷ്യൽ ലോഞ്ച് വരുന്നത്. ഇനി ഞാൻ പറഞ്ഞ കമ്പനി ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കലും അതുപോലെ തന്നെ ഓക്സി ചാനൽ പാർട്ണർ സിസ്റ്റമാണ് ഇപ്പൊ കറന്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. നിങ്ങൾ ഒരു സിസ്റ്റം ഡെവലപ്പ് ആക്കി വലിയ രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് ഓക്സി ചാനൽ പാർട്ണർ സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ നാട്ടിലുള്ള പല ഷോപ്പുകളിൽ നിന്നും വരുമാനം ഏൺ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ് CP സിസ്റ്റം എന്ന് പറയുന്നത്. ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഓക്കെ. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം സൊല്യൂഷൻ ആണ്. നമ്മുടെ നാട്ടിലുള്ള കച്ചവടക്കാരെ ഓക്സി ചാനൽ പാർട്ണർ സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്യിപ്പിക്കുക, അവരിലേക്കുള്ള കസ്റ്റമേഴ്സിനെ ഓക്സി കൊടുക്കുന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കടക്കാർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന് ഫ്രീ അഡ്വർടൈസ്മെന്റ് ആണ്, ഫ്രീ ആയിട്ട് പരസ്യം കിട്ടുന്നുണ്ട്, പെർമനന്റ് കസ്റ്റമർ കിട്ടുന്നുണ്ട്, സെൻട്രലൈസ്ഡ് പർച്ചേസ് കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രൊക്യൂർമെന്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു 1000 ഗ്രോസറി ഷോപ്പൊക്കെ നമ്മൾ ടൈപ്പ് ആക്കി കഴിഞ്ഞാൽ ഈ 1000 ഗ്രോസറി ഷോപ്പിലേക്കുള്ള ലൂസ് ഐറ്റംസ് ആയിട്ടുള്ള പഞ്ചസാര അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ, റൈസ് ഐറ്റംസ് ഇതൊക്കെ നമ്മൾ ബൾക്കായിട്ട് ഈ 1000 ഷോപ്പിലേക്ക് ഇറക്കി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ആ കസ്റ്റമർ ഓക്സിയുമായിട്ട് ബന്ധപ്പെട്ട കസ്റ്റമറും ആ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ കിട്ടുന്നതിനേക്കാൾ വില കുറച്ച് ഇനി അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ സപ്പോർട്ട്. കാരണം നമ്മുടെ ഷോപ്പുകളെല്ലാം നമ്മുടെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇനി ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറ്റി മനസ്സിലാക്കാൻ വേണ്ടി വന്നവരായിരിക്കും നിങ്ങൾ എല്ലാവരും, എനിക്കറിയാം. നിങ്ങൾക്ക് 3 രീതിയിലാണ് ഇതിൽ ഓക്സി കമ്മ്യൂണിറ്റിയുടെ ഭാഗവത്താവാനായിട്ട് സാധിക്കുന്നത്. അതിൽ ആദ്യം പറയുന്നത് ഓക്സി കസ്റ്റമർ എന്നുള്ളതാണ്. ഓക്സി കസ്റ്റമർ ആയിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, ജിമെയിൽ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓക്സിയിലൂടെ ഒരു അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ഒരു ID ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് പോലും അത് തന്നെയാണ്. കാരണം 1 രൂപ പോലും മുതൽ മുടക്കാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ബിസിനസ്സിൽ ഈ ഒരു ഓക്സി കമ്മ്യൂണിറ്റിയുടെ ഭാഗവത്താവാം. അങ്ങനെ നിങ്ങൾ ഓക്സി കമ്മ്യൂണിറ്റിയുടെ ഭാഗവത്തായി കഴിഞ്ഞാൽ നിങ്ങൾ 10,000 രൂപയുടെ ഫ്രീ റെഡി വാലറ്റ് കിട്ടും. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് 1 രൂപ മുതൽ മുടക്കാതെ 10,000 രൂപയുടെ റെഡി വാലറ്റ് കിട്ടും. അത് ആദ്യം വരുന്ന 1 കോടി കസ്റ്റമേഴ്സിനാണ് കമ്പനി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾ കമ്പനിയിലെ പ്രിവിലേജ് കസ്റ്റമർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് 30,000 രൂപയുടെ റെഡി വാലറ്റ് കിട്ടും.
ഓക്കെ. ഇനി ഓക്സിലെ പ്രീമിയം കസ്റ്റമർ ആയിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1,00,000 രൂപയുടെ റെഡീം കൂപ്പൺ ആണ്. ഇനി എന്താണ് പ്രിവിലേജ് കസ്റ്റമർ എന്നും എന്താണ് പ്രീമിയം കസ്റ്റമർ എന്നും ഞാൻ നെക്സ്റ്റ് സ്ലൈഡിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ. പ്രധാനമായിട്ടും ഇതിൽ ഇൻകം ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ കസ്റ്റമർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒന്നല്ലെങ്കിൽ നമ്മൾ പ്രിവിലേജ് കസ്റ്റമറോ അതല്ലാന്നുണ്ടെങ്കിൽ പ്രീമിയം കസ്റ്റമർ ആയാൽ മാത്രമേ നമുക്ക് ഓക്സിയിലൂടെ ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. 13 ടൈപ്സ് ഇൻകം ആണ് കമ്പനി മെയിൻലി കൊടുക്കുന്നത്. അത് ഒന്ന് സ്മാർട്ട് ടീ ഷോപ്പ് ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, 2 കമ്പനി ഫസ്റ്റ് പർച്ചേസ് എന്ന് പറഞ്ഞൊരു പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, 3 കമ്പനി പ്രൊഡക്റ്റ് റീപർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് സ്മാർട്ട് ടീ ഷോപ്പ് ഇൻകം എന്നും എങ്ങനെയാണ് ഫസ്റ്റ് പർച്ചേസ് ഇൻകം എന്നും എങ്ങനെയാണ് പ്രൊഡക്റ്റ് റീപർച്ചേസ് ഇൻകം എന്നും സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരാം. ഓക്കെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓക്സി ചാനൽ പാർട്ണർ സിസ്റ്റം എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റുകള്, ഹോം അപ്ലയൻസ്, ഫ്രൂട്ട് ഷോപ്പ്, ടെക്സ്റ്റൈല്, റെസ്റ്റോറന്റ്, ഇത്തരം എല്ലാ ഷോപ്പുകളും ടൈപ്പ് ചെയ്യുന്ന സിസ്റ്റമാണ്. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു പിൻകോഡിൽ ഒരു കാറ്റഗറിയിൽ 2 ഷോപ്പുകൾ മാത്രമാണ് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് ഏകദേശം 50ഓളം കാറ്റഗറി ഷോപ്പുകൾ നമുക്ക് ഓരോ പിൻകോഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി എന്താണ് CP, എന്തുകൊണ്ട് ചാനൽ പാർട്ട്നർ സിസ്റ്റം എന്നത് നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും. ഓക്കെ. നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കാം. ഒരു വ്യക്തി, നിങ്ങൾ സാധാരണ ഒരു 10,000 രൂപ നിങ്ങൾ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചക്കറി വാങ്ങിയും അതുപോലെ തന്നെ നിങ്ങൾ ഗ്രോസറി വാങ്ങിയും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ആയിട്ടും അല്ലെങ്കിൽ ഹോട്ടലിൽ സ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഫിഷോ അല്ലെങ്കിൽ വാട്ട് നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിൽ നിങ്ങൾ പല സ്ഥലങ്ങളായിട്ട് 10,000 രൂപയെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു ഇമാജിനേഷൻ കണക്കിന് വേണ്ടി ജസ്റ്റ് ഇവിടെ ഒരു കണക്ക് അവതരിപ്പിക്കാം. ഒരു ഷോപ്പ്, ഇപ്പോൾ ടെക്സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഷോപ്പ്, ആ ഷോപ്പ് ഓക്സിയുമായിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ ഓക്സിയുടെ കസ്റ്റമർ ചെല്ലുന്നുണ്ടെങ്കിൽ എവറി പർച്ചേസിന് കമ്പനിക്ക് നിശ്ചിത പെർസെൻറ്റേജ് ആ ഷോപ്പുകാരന് എന്ത് കൊടുക്കണം, പ്ലാറ്റ്ഫോം ചാർജ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ 10,000 രൂപ സ്പെൻഡ് ചെയ്യുന്ന എല്ലാ ഷോപ്പുകളും 10% ഓക്സിയുമായിട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ ഓക്സിയെ സംബന്ധിച്ചിടത്തോളം 1,000 രൂപ ഓക്സി കിട്ടുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇലക്ട്രോണിക് വാങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റൈലിൽ പോയിട്ട് അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചതായിരിക്കാം. അപ്പൊ നിങ്ങൾ എവിടെ പോയിട്ട് പണം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഓക്സിയുടെ പ്രൊഡക്റ്റ് അല്ല കേട്ടോ, നിങ്ങൾ നിലവിൽ സ്പെൻഡ് ചെയ്യുന്ന ഷോപ്പുകൾ പോയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം 10% ഓക്സിക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 റെഡീം വാലറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഫ്രീ ആയിട്ടാണ് വന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് 10,000 രൂപയുടെങ്കിലും റെഡീം വാലറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ റെഡീം വാലറ്റിൽ നിന്ന് 40% നിങ്ങൾക്ക് എത്രയാണോ അവിടെ ജനറേറ്റ്, അതായത് 10,000 രൂപക്കാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ 40%, സോറി 10% കമ്പനി കിട്ടി, ആ 10%ത്തിന്റെ 40% നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അതായത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 400 രൂപ, അത് നിങ്ങൾ 1 രൂപ പോലും മുതൽ മുടക്കാതെയാണ് ഓക്സി കമ്മ്യൂണിറ്റിയിൽ വന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് 400 രൂപ നിങ്ങൾക്ക് ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏണിങ്സ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, സേവിങ്സ് എന്ന് വേണമെങ്കിൽ പറയല. കമ്പനി ഹാഷ്ടാഗ് അങ്ങനെ തന്നെയാണ്, അവർ എക്സ്പെൻഡിച്ചർ ഇസ് അവർ ഇൻകം. ഓക്കെ. അപ്പോൾ 400 രൂപ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്, സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണല്ലോ നമുക്ക് പറയാതിന്. ഇനി കമ്പനി ബാക്കി കൊടുക്കുന്ന 19% പോകുന്നത് 19 ലെവലിലേക്കാണ്. 190 രൂപ ലെവൽ ഇൻകം, അതായത് നിങ്ങൾ ഈ പർച്ചേസ് ചെയ്യാൻ കാരണക്കാരായിട്ടുള്ള ഒരു 19 കുടുംബങ്ങളിലേക്കാണ് കമ്പനി ബാക്കിയുള്ള 190 രൂപ ഡിവൈഡ് ചെയ്യുന്നത് 1000-ൽ നിന്ന്. പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്ത ഷോപ്പ് ആരാണോ ഈ ഓക്സി പ്ലാറ്റ്ഫോമായിട്ട് ടൈപ്പ് ചെയ്തത്, ആരെങ്കിലും ആയിരിക്കുമല്ലോ ആ ഷോപ്പിനെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്, ആ ടൈപ്പ് ചെയ്ത വ്യക്തിക്ക് കമ്പനി ഒരു 50 രൂപ കൊടുക്കും. ഇനി കമ്പനി കുറച്ച് റാങ്കുകൾ പറയുന്നുണ്ട്, റൈഡർ റാങ്ക്, ഡ്രീമർ റാങ്ക്, സ്പാർട്ടൻ റാങ്ക്. ആരൊക്കെയാണോ ഇത്തരം റാങ്കുകൾ അച്ചീവ് ചെയ്തിട്ടുള്ളത് അവർക്കൊക്കെ എന്തുണ്ടാവും, ഒരു പൂളി. ഇപ്പോൾ ഈ ഒരു മാസം ഒരു 1000 വ്യക്തികൾ 10,000 രൂപ പർച്ചേസ് ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. അപ്പൊ 1000 വ്യക്തികളിൽ നിന്നും 20 രൂപ എങ്ങോട്ട് മാറ്റിക്കും, ഈ റൈഡർ റാങ്കിലേക്ക് മാറ്റിക്കും. അപ്പൊ 1000 × 20 20,000 രൂപ. അപ്പൊ 20,000 രൂപ റൈഡർ റാങ്ക് അച്ചീവ് ചെയ്ത എല്ലാവർക്കും ഈക്വലി ഡിവൈഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ റൈഡർ റാങ്ക് ആവുക എങ്ങനെ, ഡ്രീമർ റാങ്ക് ആവുക, സ്പാർട്ട് റാങ്ക് ആക്കുക വളരെ സിമ്പിൾ ആണ്. അത് ഞാൻ എന്ത് ചെയ്യാം, ക്യാപ്റ്റൻ റാങ്ക് 4 റാങ്കുകളിൽ കമ്പനി റാങ്കിങ്ങും കൊടുക്കുന്നുണ്ട്. അത് നെക്സ്റ്റ് സ്ലൈഡുകളിൽ നിങ്ങൾക്ക് ഒന്നും കൂടി വിശദീകരിച്ചു തരാം. ഇനി ഈ ബിസിനസ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ റീപർച്ചേസിങ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ബിസിനസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 19% വരുമാനമുള്ള കമ്പനി കൊടുക്കുന്നത് ഏത് റീപർച്ചേസിംഗത്തിലൂടെ, അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളൊരു ഹോട്ടൽ, ഒരു ടെക്സ്റ്റൈൽ, ഒരു ഗ്രോസറി ഷോപ്പൊക്കെ നിങ്ങൾ ടൈപ്പ് ആക്കി വിചാരിക്കുക. ഓക്കെ. ആ ടൈപ്പ് ആക്കിയ ഷോപ്പുകളിൽ ഒരു 10 ആൾ പോയിട്ട് പർച്ചേസ് ചെയ്തു. അവിടെ നേരത്തെ പറഞ്ഞ പോലെ 19% ആ ബിസിനസ് ഡെവലപ്മെന്റിലേക്ക് കമ്പനി മാറ്റി, അതായത് ലെവലിംഗത്തിലേക്ക് കമ്പനി മാറ്റി വെക്കുന്നത്. അതിന്റെ 10% ഡയറക്ടർ ഓഫറിലുള്ളതാണ്.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 10 കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്ത് 10 കസ്റ്റമറുടെ 100 രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ 1000 രൂപയായിരിക്കും നിങ്ങൾ ആ മാസത്തെ വരുമാനം അല്ലെങ്കിൽ ആ ദിവസത്തെ വരുമാനം. നിങ്ങൾ 100 ഫ്രീ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് 1 രൂപ പോലും മുതൽ മുടക്കാതെ ഓക്സി കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ID കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്ത് പോലും ആ ഷോപ്പുകളിൽ പോയിട്ട് അവർ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 100 മെമ്പേഴ്സിന് 100 രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ 10,000 രൂപ. ഒരു 1000 മെമ്പേഴ്സിനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളാണ് എനിക്ക് 1,00,000 രൂപ മന്ത്ലി ഒരു എഫേർട്ട്, അതായത് മുതൽ മുടക്കില്ലാതെ, അബ്സൊല്യൂട്ട്ലി പറയുന്നത് 1 രൂപ പോലും മുതൽ മുടക്കില്ലാതെ 1,00,000 രൂപ വരെ ടീം ഡയറക്റ്റ് റെഫറലിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് 1000 ആളുകളിലേക്കൊന്നും എത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ടീം വർക്കിലൂടെ എത്താൻ വേണ്ടി സാധിക്കും. ഇപ്പൊ നിങ്ങളൊരു 10 ടീമിനെ ക്രിയേറ്റ് ചെയ്തു. ഈ 10 ആൾ നേരത്തെ പറഞ്ഞ പോലെ 100 രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ 1000 രൂപ വരുമാനമായി. ഇനി ഈ 10 ആൾ എന്ത് ചെയ്യാണ്? അവരെ റെഫറല്, നിങ്ങളുടെ ഡയറക്റ്റ് റെഫറലല്ല, അവരുടെ റെഫറല് കൊണ്ടുവന്നാൽ പോലും അവിടെ നിന്ന് നിങ്ങൾക്ക് വരുമാനം കിട്ടും. അങ്ങനെ 19 ലെവൽ വരെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു 10 ഡ്യൂപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ പോലും 5 ലെവൽ 6 ലെവൽ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വരുമാനം എന്ന് പറയുന്നത് 8 ഡിജിറ്റിന് അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും വലിയൊരു വരുമാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അവസരം തന്നെയാണ് CP എന്ന് പറയുന്നത്. ഓക്കെ, സത്യത്തിൽ ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, ഇതാണ് യഥാർത്ഥ ഇൻകം. ഡയറക്ട് സെല്ലിങ്ങിൽ യഥാർത്ഥ ഇൻകം എന്ന് പറയുന്നത് റീപർച്ചേസിംഗ് ആണ്. ഇനി നമുക്ക് ടീമിനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, കാരണം വലിയ ടീമിനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് T11 എന്നുള്ള രീതിയിൽ ഇൻകം കിട്ടുന്നത്, അതാണ് യഥാർത്ഥത്തിൽ ഫസ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. അത് ഞാൻ എന്ത് ചെയ്യാം, നെക്സ്റ്റ് സ്ലൈഡിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഷോപ്പ് ടേൺ ഓവർ ബോണസ്, അതായത് റൈഡർ റാങ്ക്, അതുപോലെ തന്നെ ഡ്രീമർ റാങ്ക്, ആ റാങ്കിലൊക്കെ കിട്ടുന്ന ഒരു ഏകദേശം കണക്ക് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. ഓക്കെ, ഫസ്റ്റ് പർച്ചേസ് പ്ലാന് നമുക്ക് ഓക്സി കമ്മ്യൂണിറ്റിയിൽ ഞാൻ പറഞ്ഞു, പ്രിവിലേജ് നോർമൽ കസ്റ്റമർ ആയിട്ടോ, ഫ്രീ കസ്റ്റമർ ആയിട്ടോ, പ്രിവിലേജ് കസ്റ്റമർ ആയിട്ടോ, പ്രീമിയം കസ്റ്റമർ ആയിട്ടോ വരാം. ഈ ഒരു ഫസ്റ്റ് പർച്ചേസ് പ്ലാൻ എന്ന് പറയുന്നത് ഇതൊരു ഫൗണ്ടേഷൻ ആണ്. അതായത് കമ്പനി ടീമുകളെ ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുന്ന ഒരു പ്ലാനാണ് ഫസ്റ്റ് പർച്ചേസ് പ്ലാൻ എന്ന് പറയുന്നത്. ഇത് 5 രീതിയിലാണ് ഉള്ളത്. സ്റ്റാർട്ടപ്പ്, പ്രീമിയം, മില്യൺ, ബില്യൺ, ട്രില്യൺ, 5 രീതിയിലാണുള്ളത്. ഓക്കെ, നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30,000 രൂപയുടെ ഫ്രീ റെഡിങ് കൂപ്പൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടപ്പിൽ വന്നാൽ മതി. 1,00,000 രൂപയുടെ ഫ്രീ റെഡിങ് കൂപ്പൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രീമിയത്തിൽ വന്നാൽ മതി. മില്യണും ബില്യണും ട്രില്യണും നിലവിൽ കമ്പനി ഓപ്പൺ ചെയ്തിട്ടില്ല, അത് കമ്പനി അപ്ഡേഷനിലാണ്. ഓക്കെ, ഇപ്പൊ നിലവിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് എൻട്രി ഉള്ളത് സ്റ്റാർട്ടപ്പിലോ പ്രീമിയത്തിലോ മാത്രമാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി എന്താണ് സ്റ്റാർട്ടപ്പ് ക്ലബ്? ഈ സ്റ്റാർട്ടപ്പ് ക്ലബിലൂടെ എങ്ങനെ നമുക്ക് വരുമാനം വാങ്ങാം എന്നുള്ളതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ടപ്പ് ക്ലബിൽ ഏകദേശം 1000 രൂപ മുതൽ ഏകദേശം 2,500 രൂപ വരെ, 5,000-ഓളം രൂപ വരെ വില വരുന്ന പ്രൊഡക്റ്റുകളുണ്ട്. നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ ഷെയ്ഡ് മെറ്റീരിയൽ, റെഡിമെയ്ഡ് ഷർട്ടുകൾ, അതുപോലെ തന്നെ നമ്മുടെ വാച്ച്, ഗ്യാസ് സേവർ, ഓസോണൈസർ, അങ്ങനെ ഒട്ടനവധി പ്രൊഡക്റ്റ്, ഏകദേശം എനിക്ക് തോന്നുന്നു 28ഓളം കാറ്റഗറി പ്രൊഡക്റ്റുകളാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് പാക്കേജിലുള്ളത്. ഈ പ്രൊഡക്റ്റുകൾ, ഇതിൽ ഏത് പ്രൊഡക്റ്റ് എടുത്തുകൊണ്ടും നമുക്ക് സ്റ്റാർട്ടപ്പിലെ ID ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ എല്ലാ പ്രൊഡക്റ്റുകൾക്കും വരുന്ന RP എന്ന് പറയുന്നത് 10 RP ആണ് വരുന്നത്. ഈ ഒരു 10 RPയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് വരാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ക്ലബിൽ അംഗത്വം കിട്ടും. നിങ്ങളൊരു വ്യക്തിയെ ഡയറക്റ്റ് ഈ ഒരു ബിസിനസ്സിലേക്ക്, സ്റ്റാർട്ടപ്പ് ക്ലബിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ 50 രൂപ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ബോണസ് ആയിട്ട് കമ്പനി തരും. ഓക്കെ, എവറി ഡയറക്റ്റ് ആക്ടിവേഷനും നിങ്ങൾക്ക് 50 രൂപ സ്റ്റാർട്ടപ്പ് ബോണസ് ആയിട്ട് കമ്പനി തരും. ഓക്കെ, നമുക്ക് അവിടെ പെർ മാച്ച് വരുന്നത് 200 ആണ്. ഒരു ദിവസം നമുക്ക് സ്റ്റാർട്ടപ്പ് ക്ലബിലൂടെ മാത്രം 5,000 രൂപയോളം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതെങ്ങനെയാണെന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോ ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ A എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്നു, റൈറ്റ് സൈഡിൽ ഞാൻ B എന്ന് പറയുന്ന ആളെ കൊണ്ടുവന്നു, ബിന്റെ താഴത്ത് ഞാൻ F എന്ന് പറയുന്ന ആളെ കൊണ്ടുവന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒന്നല്ലെങ്കിൽ 1:2. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു സൈഡിൽ ഒരു ബിസിനസ്സും മറ്റേ സൈഡിൽ 2 ബിസിനസ്സും. 1:2 അല്ലെങ്കിൽ 2:2 ആണ്. ഇങ്ങനെ ഫസ്റ്റ് പെയർ മാച്ച് മാത്രം ഈ ഒരു റേഷ്യോയിൽ വന്നാൽ മാത്രമേ ഇവിടെ വരുമാനം ജനറേറ്റ് ആവുള്ളൂ. ഇപ്പൊ ഇവിടെ 1:2 എന്നുള്ള റേഷ്യോയിൽ ഒരു ബിസിനസ് മാച്ചായി, അപ്പൊ എനിക്ക് 200 രൂപ കിട്ടി. ഓക്കെ, ഇനി എൻ്റെ ലെഫ്റ്റും റൈറ്റും വീണ്ടും ഓരോ ബിസിനസ് വരെ വിചാരിച്ചു 1:1 എന്ന റേഷ്യോയിൽ വന്നാൽ പോലും എനിക്ക് 200 രൂപ പെയർ മാച്ചിങ് കിട്ടും. ഇനി ബിസിനസ് 2 ബിസിനസ്സാണ് വരുന്നെങ്കിൽ 400 കിട്ടും. ഇത് ഞാൻ ഡയറക്റ്റ് റെഫർ ചെയ്യണമെന്നില്ല. എൻ്റെ ടീമിലെ ആളുകൾ, ലെഫ്റ്റിലും റൈറ്റിലുമുള്ള ആളുകൾ എത്ര ബിസിനസ് കൊണ്ടുവന്നാലും ഓരോ പെർ മാച്ചിനും 200 വെച്ച് കിട്ടും. 5 ബിസിനസ്സാണ് വരുന്നെങ്കിൽ 1000 കിട്ടും. 10 ആണെങ്കിൽ 2,000 രൂപ കിട്ടും. 25 ബിസിനസിന്റെ വരുമാനം വരെ ഒരു ദിവസം കിട്ടും. ബാലൻസ് ഉള്ളത് ക്യാരി ഫോർവേഡ് ആയിട്ട് നെക്സ്റ്റ് ഡേയിലേക്ക് പോകും.
അതുപോലെ തന്നെ ഡെയിലി കട്ട് ഓഫ് വരുന്നത് രാത്രി 12 മണിക്കാണ്. വീക്ക്ലി 2 ടൈംസ് ആണ് കമ്പനി വരുമാനം കൊടുക്കുന്നത്, വെനസ്ഡേയും അതുപോലെ തന്നെ സാറ്റർഡേ. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ ഏറ്റവും മനോഹരമായുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ നിങ്ങൾക്ക് കാണാം എവറി തേർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് പെയർ ഓഫ് ഇൻകം വിൽ ബി ഡിഡക്റ്റഡ് ഫോർ പ്രൊഡക്റ്റ് പർച്ചേസ് ടു ആക്ടിവേറ്റ് ദ നെക്സ്റ്റ് ക്ലബ്. അതായത് ട്രഷർ പ്ലാന് എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്ലാൻ ആയിരിക്കും ട്രഷർ പ്ലാൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എന്നെയും ഈ ഒരു പ്ലാനിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിരിക്കുന്ന ഈ ട്രഷർ പ്ലാനാണ്. അതായത് നമുക്കറിയാം സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് വരുന്നത് 10 RPയുടെ പ്രൊഡക്റ്റ് ആണ്. 10 RP എന്ന് പറയുന്നത് 1000 മുതൽ 5000 രൂപ വരുന്ന ഏത് പ്രൊഡക്റ്റ് എടുത്തിട്ട് നമുക്ക് ഇതിൽ സ്റ്റാർട്ടപ്പിൽ വരാം. പ്രീമിയം എന്ന് പറയുന്നത് 10,000 രൂപ മുതൽ ഏകദേശം 15,000 രൂപ വരുന്ന പ്രൊഡക്റ്റുകൾക്കാണ് പ്രീമിയത്തിൽ വരുന്നത്. അപ്പോൾ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രീമിയത്തിലേക്ക് പെട്ടെന്ന് വരിക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ സ്റ്റാർട്ടപ്പിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്താൽ പോലും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പ്രീമിയം ID നിങ്ങളെ ആക്ടിവേഷൻ ആക്കാൻ വേണ്ടി സാധിക്കും. അത് നമുക്ക് എങ്ങനെ നോക്കാം. ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ടപ്പിൽ വന്നു, നിങ്ങൾ മൂന്നാമത്തെ പെയർ പ്രീമിയത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾ പ്രീമിയം ID ആക്ടിവേഷൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 6ാമത്തെ പെയറും പോകുന്നത് പ്രീമിയം IDയിലേക്കാണ്, 9ാമത്തെ പെയർ പോകുന്നതും പ്രീമിയം IDയിലേക്കാണ്. ഇങ്ങനെ എവറി തേർഡ് പെയർ 3, 6, 9, 12, 50, 80, 21 ഈ രീതിയിൽ എന്താവും നിങ്ങളുടെ എവറി തേർഡ് പെയർ പ്രീമിയത്തിലേക്ക് പോകും. വൺസ് പ്രീമിയം ID ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടപ്പ് നിന്ന് ആദ്യം 5 ലക്ഷം രൂപ വരുമാനം കിട്ടുന്നവരെ നമുക്ക് ജമ്പിങ് ഉണ്ടാവില്ല. അതായത് പ്രീമിയം ക്ലബിലേക്ക് പോയിട്ട് ചാടൂല. ഇവിടെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റാർട്ടപ്പും പ്രീമിയം ഒരുമിച്ച് ആക്ടിവേഷൻ ആക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 ലക്ഷം രൂപ നമുക്ക് ലാഭിക്കാൻ എന്നുള്ള. കാരണം അപ്പൊ സ്റ്റാർട്ടപ്പിൽ നിന്ന് പ്രീമിയത്തിലേക്ക് ജമ്പിങ് ഉണ്ടാവില്ല. ഓക്കെ, 5 ലക്ഷം രൂപ കിട്ടുന്നവരെ നമുക്ക് എന്തുണ്ടാവില്ല, പ്രീമിയത്തിൽ ജമ്പിങ് ഉണ്ടാവില്ല. പ്രീമിയം ആക്ടിവേഷൻ ആക്കാതെയാണ് ബിസിനസ്സിലേക്ക് കടന്നു വരിക എന്നുണ്ടെങ്കിൽ എവറി തേർഡ് പേര് പ്രീമിയത്തിലേക്ക് വന്ന് പ്രീമിയം ഓട്ടോമാറ്റിക്കലി ആക്ടിവേഷൻ ആവും. ഓക്കെ, ഇതുപോലെ തന്നെ മില്യൺ ക്ലബിലേക്ക് എത്തുന്നതും ബില്യൺ ക്ലബിലേക്ക് എത്തുന്നതും ട്രില്യൺ ക്ലബിലേക്കൊക്കെ എത്തുന്നത് അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇനി പ്രീമിയം ക്ലബിലാണ് നമുക്ക് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ PDF പ്രൊഡക്റ്റിന്റെ എല്ലാ പ്രൊഡക്റ്റ് നോളജിന്റെ എല്ലാ PDF നിങ്ങളുടെ ആരാണ് നിങ്ങൾ ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് ആ വ്യക്തി നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു മീറ്റിംഗിനെ അയച്ചുതരും. നിങ്ങൾക്ക് ഫാമിലി പാക്ക് ആയിട്ട് ഒരു 8 or 10 പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് നമുക്ക് പ്രീമിയം ക്ലബ്ബ് ID ആക്ടിവേഷൻ ആക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ പ്രീമിയം ക്ലബ്ബ് ആക്ടിവേഷൻ ആക്കി ഒരു വ്യക്തിയെ ഡയറക്റ്റ് ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് 500 rupees ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പെയർ മാച്ച് ആയിട്ട് കിട്ടുന്നത് നേരത്തെ 200 രൂപ കിട്ടിയെടുത്ത് ഇവിടെ കിട്ടുന്നത് 2000 രൂപയാണ്. എവറി പെയർ മാച്ച് കിട്ടുന്നത് 2000 രൂപയാണ്. ഓക്കെ, 2 ബിസിനസ് ആണ് മാച്ച് ആവുന്നെങ്കിൽ 4000 രൂപ കിട്ടും. 5 ബിസിനസ് ആണ് മാച്ച് ആവുന്നെങ്കിൽ 10,000 കിട്ടും. 10 ബിസിനസ് ആണ് മാച്ച് ആണെങ്കിൽ പെർ ഡേ 20,000 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു അവസരം തന്നെയാണ് നമുക്കുള്ളത്. ഓക്കെ, ഇനി 5 ക്ലബിലൂടെയും നിലവിൽ സ്റ്റാർട്ടപ്പ് പ്രീമിയം മാത്രമാണ് കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എവറി 5 ക്ലബിലൂടെ നമുക്ക് 1 ഡേ സീലിംഗ്, ഒരു ഒറ്റ ഐഡിയിലൂടെ നമുക്ക് സീലിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 1 കോടി രൂപക്ക് മുകളിലാണെന്നുള്ളതാണ്. ഓക്കെ, ഇനി 3 ID എടുത്തിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നതെങ്കിൽ 3 കോടി രൂപക്ക് മുകളിൽ ഒരു ഐഡിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാനുള്ള അവസരമുണ്ട്. ഓക്കെ, സ്റ്റാർട്ടപ്പിൽ 5000, പ്രീമിയത്തിൽ 20,000, ബില്യണിൽ ഒരു ദിവസം ലിമിറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷമാണ്, ബില്യണിൽ വരുന്നത് 20 ലക്ഷമാണ്, ട്രില്യണിൽ വരുന്നത് 1 CR ആണ്. ഓക്കെ, അതുപോലെ തന്നെ വാഷ് ഔട്ടും നമ്മുടെ റാങ്കിലേക്ക് ITVയിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യും. അതെന്താണെന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ITB. ഈ ഒരു ബിസിനസ് പ്ലാനിൽ സ്റ്റാർട്ടപ്പ് ബോണസും അതുപോലെ തന്നെ ടീം ബോണസ് എന്ന് പറഞ്ഞാൽ ബൈനറി ഇൻകം, ഇത് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ള ഒരു പ്ലാൻ തന്നെയാണ് ITB ഇൻകം എന്ന് പറയുന്നത്. ITB ഇൻകം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ടേൺ ഓവർ ബോണസ് ആണ്. അതായത് കമ്പനിയിൽ നടക്കുന്ന എവറി ആക്ടിവേഷൻ, സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ പ്രീമിയം ആയിക്കോട്ടെ, ഈ ആക്ടിവേഷനിൽ നിന്നെല്ലാം കമ്പനി ഒരു 5% കമ്പനി ITBയിലേക്കാണ് മാറ്റി വെക്കുന്നത്. ഈ ITB എലിജിബിലിറ്റി കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കമ്പനിയിലെ റാങ്കുകൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഓക്സിസ്റ്റാർ ആണ്. ഓക്സിസ്റ്റാർ നിങ്ങൾ അടിക്കാനായിട്ട് നിങ്ങൾ വെറും 5000 രൂപ വരുമാനം വാങ്ങിയാൽ മതി. നിങ്ങൾ 5000 രൂപ വരുമാനം വാങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2500 രൂപ വരെ ITB കിട്ടണം. ഇത് നമുക്കറിയാം ഒരു സാലറിയിൽ പെൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് സ്റ്റാർ ആയി കഴിഞ്ഞാൽ 5000 രൂപ ഓൾറെഡി വരുമാനം കിട്ടിയിട്ടുണ്ടാവും. അതിന് പുറമെ 2500 രൂപ ITB നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് കിട്ടും. അതിന് കമ്പനി മന്ത്ലി ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ലെഫ്റ്റിലും റൈറ്റിലും 50 RP ബിസിനസ് വരണം. അതായത് ഒരു 1000-5 ബിസിനസ് ലെഫ്റ്റിലും റൈറ്റിലും ഒരു 5 ബിസിനസ്.
ഇനി ഓക്സി റൈസർ ആണെങ്കിൽ നിങ്ങൾ 10,000 രൂപ വരുമാനം വാങ്ങുന്ന സമയത്ത് ഓക്സി റൈസർ ആവാം. ഓക്സി റൈസർ ആയി കഴിഞ്ഞാൽ 5,000 രൂപ അഡീഷണലി ITB ഇൻകം കിട്ടും. അത് ഒറ്റയടിക്കല്ല കിട്ടുന്നത്, ബിസിനസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അങ്ങനെ 16ഓളം റാങ്ക് ഉണ്ട് നമുക്ക് ഈ ഒരു ITB സിസ്റ്റത്തിൽ. ഇനി കമ്പനിയുടെ റീപർച്ചേസ് പ്ലാൻ ഉണ്ട്, റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്, അവിടെയും 19 ലെവൽ ഓഫ് ഇൻകം ഉണ്ട്, ഗ്ലോബൽ റോയൽറ്റി ഉണ്ട്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ഉണ്ട്, പേഴ്സണൽ പർച്ചേസ് ഇൻകം ഉണ്ട്, ഡെവലപ്മെന്റ് ഇൻകം ഉണ്ട്, റിവാർഡ്സ് ആയിട്ട് ഗോൾഡ്, ഗോവ ട്രിപ്പ്, തായ്ലൻഡ് ട്രിപ്പ്, ദുബായ് ട്രിപ്പ്, അതുപോലെ തന്നെ സിംഗപ്പൂർ ട്രിപ്പ്, അതുപോലെ തന്നെ USA ട്രിപ്പ്, അതുപോലെ തന്നെ സ്പോർട്സ് ബൈക്ക്. ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ പേയ്മെന്റ് ആ ടൈമിൽ കമ്പനി കൊടുക്കുന്ന പേയ്മെന്റ് നിങ്ങൾക്ക് റിസീവ് ചെയ്യാം. സെഡാൻ കാർ, SUV കാർ, ഫ്ലാറ്റ്, അല്ലെങ്കിൽ ലക്ഷറി ഇല്ല, അല്ലെങ്കിൽ ഡയമണ്ട്സ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ നിൽക്കുന്നുണ്ടാവും. അവാർഡ്സ് ആൻഡ് റിവാർഡ്സിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് 2 രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു, സ്റ്റാർട്ടപ്പ് ഓർ പ്രീമിയം. ഇനി സ്റ്റാർട്ടപ്പിലാണെങ്കിൽ നമുക്ക് 3 ID എടുത്തിട്ട് വരാം, അതല്ലാന്ന് എനിക്ക് ഒരു ID എടുത്ത് തരാം. ഇതും കൃത്യമായിട്ട് പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾ ഒരു IDയിൽ ഒരു ലെഫ്റ്റ് സൈഡിൽ 100 ബിസിനസ്സും റൈറ്റ് സൈഡിൽ 100 ബിസിനസ്സും വന്നു വിചാരിക്കുക. നിങ്ങളെ മൊത്തം വരുമാനം ടീം ബോണസിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും 20,000 രൂപ ആയിരിക്കും. ഓക്സി റൈഡർ എന്ന് പറഞ്ഞ റാങ്ക് ആയിരിക്കും നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവുക. അതിൽ 10,000 രൂപയും കിട്ടും. അതിന് ടോട്ടൽ നിങ്ങൾ ഇൻകം എന്ന് പറയുന്നത് 30,000 രൂപയാണ്. അതിന് പകരം നിങ്ങൾ ഇപ്പൊ സെലക്ട് ചെയ്യുന്നത് ട്രെയിനോട് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് 3 ID എടുത്തിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നതെങ്കിൽ, ഇപ്പൊ നിങ്ങൾ നേരത്തെ പ്ലേസ് ചെയ്ത ആ 100 ബിസിനസ്, ഈ ഒരു U1 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. U1ന്റെ ലെഫ്റ്റിൽ U2 ഉണ്ട്, U3 ഉണ്ട്. ഇതിന്റെ ലെഫ്റ്റും റൈറ്റും ആയിട്ടാണ് ആ 100 ID പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ U1ൽ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ പോലെ 20,000 രൂപ വരുമാനം ഉണ്ടാവും. അതിന് പുറമെ U2ൽ 10,000 ഉണ്ടാവും, U3ലും 10,000 ഉണ്ടാവും. നിങ്ങൾ ഓക്സി ITB ഹോൾഡർ ആയിട്ടുണ്ടാവും, മെയിൻ ID റൈഡർ റാങ്ക്, അതിൽ 10,000 ഉണ്ടാവും. നിങ്ങളെ U2 U3 റൈസർ ആയിട്ടുണ്ടാവും. അപ്പൊ ടോട്ടലി 60,000 രൂപ വരുമാനം ഉണ്ടാക്കാം. അത് നമ്മളൊന്ന് ചെയ്തേ, സിംഗിൾ IDക്ക് പകരം ട്രെയിനോട് ID സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. കാരണം ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വരുന്ന എവറി ആക്ടിവേഷൻ നമ്മൾ ID ആക്ടിവേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് കമ്പനിക്ക് വാഷ് ഔട്ട് ആയിട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യുക, ഡിഫറൻസ് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഓക്സിനോ ഇന്റർനാഷണൽ ബിസിനസ് ഏറ്റെടുക്കുന്നെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്ന് ട്രെയിനോട് ആക്ടിവേഷൻ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി ബ്യൂട്ടി ഓഫ് ബിസിനസ് പ്ലാൻ. നിങ്ങളുടെ പ്രീമിയം പ്ലസ് സ്റ്റാർട്ടപ്പ് ഞാൻ പറഞ്ഞു 5 ലക്ഷം രൂപ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ സ്റ്റാർട്ടപ്പും പ്രീമിയം ഒരുമിച്ച് ആക്ടിവേഷൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണോ, ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. വളരെ സിമ്പിൾ ആണ് ഈ ഒരു ഓക്സിനോ ഇന്റർനാഷണൽ പ്ലാൻ. കാരണം നിങ്ങളൊരു 130 RP പർച്ചേസ് ചെയ്തിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 10 മാസം കൊണ്ട് ഒരു 10 ലക്ഷം രൂപ വരെ വരുമാനത്തിലേക്ക് എത്താൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു മാസം, അത് 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 2 കോണ്ടാക്ട് എടുക്കാൻ പറ്റും, 2 ബിസിനസ്. അങ്ങനെ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ മാസത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ 3,700 രൂപ ആയിരിക്കും. 2ാമത്തെ മാസം നിങ്ങൾ ചെയ്യണത്, നിങ്ങൾ കൊണ്ടുവന്ന ആ 2 ആൾ കൃത്യമായിട്ട് ബിസിനസിനെ പറ്റി പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇതുപോലെ 2 ആൾ എത്തിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ 2ാമത്തെ മാസത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ 5,200 രൂപ ആയിരിക്കും. ഈ സിസ്റ്റത്തിലൂടെ പോകുന്ന സമയത്ത് നിങ്ങൾ 10ാമത്തെ മാസത്തെ വരുമാനം എന്ന് പറയുന്നത് എത്രയായിട്ടുണ്ടാവും, സീലിംഗിലേക്ക് കടന്നിട്ടുണ്ട്. അതായത് 10 ലക്ഷം 13,31,200 കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൽ വാഷ് ഔട്ട് വന്നിട്ടുണ്ടാവും. വാഷ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റാർട്ടപ്പിൽ നമുക്ക് മാക്സിമം കിട്ടുന്നത് 5,000, പ്രീമിയത്തിൽ കിട്ടുന്നത് 20,000. ഓക്കെ, അപ്പൊ 3 ID ഉള്ള 15,000 പ്ലസ് 20,000 കൂട്ടിയിട്ടാണ് 10 ലക്ഷം രൂപ നമുക്ക് സീലിംഗ് എമൗണ്ട് എന്ന് പറയുന്നത്. മന്ത്ലി 10 ലക്ഷം കൃത്യമായി സിസ്റ്റമാറ്റിക് കൂടെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി 3 ID പ്രീമിയം പ്ലസ് സ്റ്റാർട്ടപ്പ് ആണ് ചെയ്തിരിക്കുന്നത്. അത് 330 RP പർച്ചേസ് ചെയ്തിട്ടാണ് ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്നതെങ്കിൽ 22 ലക്ഷം രൂപ വരെ മന്ത്ലി ഏൺ ചെയ്യാം. ഈ ഒരു മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ സുഹൃത്തുക്കളോട് ഞാൻ 3 സ്ട്രാറ്റജിയാണ് പറയുന്നത്. ഒന്ന് പ്ലാൻ എ അല്ലെങ്കിൽ പ്ലാൻ ബി. പ്ലാൻ എ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 330 RPയുടെ പർച്ചേസ്, ശേഷം പ്രൊഡക്റ്റ് വരുന്ന ശേഷം 40,000 രൂപയോളം നമുക്ക് വാല്യൂ 50,000 രൂപയോളം വാല്യൂ വരുന്ന പ്രൊഡക്റ്റിലായിരിക്കും നമുക്ക് 40,000 രൂപ കിട്ടുക. അവിടെ നമുക്ക് ടീം ബോണസിലൂടെ എവറി മന്ത് 22.5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി പ്ലാൻ ബി ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 130 RPയുടെ പർച്ചേസ് ആണെങ്കിൽ ചെയ്യുന്നത്, ശേഷം 17,500 രൂപയുടെ പർച്ചേസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റുന്ന മാക്സിമം 10 ലക്ഷം രൂപയാണ് നമുക്ക് മാക്സിമം ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി പ്ലാൻ സി ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 30 RPയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ പർച്ചേസ്, ശേഷം 5,000 രൂപയോളം വരുന്ന പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മന്ത്ലി നിങ്ങൾക്ക് 4.5 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യാം. ഓക്കെ,
ഇനി ഈ ഒരു കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം നമ്മൾ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തിട്ടാണ് വരുന്നത്. ആ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കോ ഫാമിലി മെമ്പേഴ്സിനോ നമുക്ക് കൊടുക്കാം. കാരണം ഇതെല്ലാം 100% ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. ഇനി അതെല്ലാം ഹെൽത്തി പ്രൊഡക്ട്സ് താല്പര്യമില്ലാത്തവർക്ക് ഡ്രസ് മെറ്റീരിയൽ ഉണ്ട്, അതുപോലെ തന്നെ ആ, മറ്റുള്ള ഇലക്ട്രോണിക് ഡിവൈസ് എല്ലാം ഉണ്ട്. അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലെ നോ റിസ്ക്, പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം, ഫാമിലി ആയിട്ട് ചെയ്യാം, ടൈം ലാഭിക്കാം, പാസീവ് ഇൻകം ഏൺ ചെയ്യാം. കാരണം സി പി ഇൻകം, റീപർച്ചേസിംഗ് എന്നൊക്കെ പറയുന്നത് നമുക്ക് പാസീവ് ഇൻകം ആണ്. എൻജോയ് ടൈം വിത്ത് മണി ആൻഡ് മണി വിത്ത് ടൈം. അതുപോലെ എൻജോയ് ഫൈനാൻഷ്യൽ ആൻഡ് പേഴ്സണൽ ഫ്രീഡം, നോ പ്രീവിയസ് എക്സ്പീരിയൻസ് റിക്വയർഡ്. അവിടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നോമിനി ഫെസിലിറ്റി ആണ്. കാരണം നമുക്കറിയാം നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അല്ലെ, നമ്മൾ നാളെ ഈ ഭൂലോകം നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും. പക്ഷേ ഞാനൊരു കാര്യം ഉറപ്പുവരാം, നിങ്ങൾ ഓക്സി 1-2 വർഷം സീരിയസ് ആയിട്ട് ചെയ്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നാളെ ഈ ഭൂലോകത്തിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഐഡിയയിലുള്ള എല്ലാ വരുമാനവും നിങ്ങളുടെ കുടുംബത്തിന് കമ്പനി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കുടുംബത്തെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി നോമിനി ഫെസിലിറ്റി കമ്പനിയിലുണ്ട്. ഇത് നെക്സ്റ്റ് ജനറേഷൻ ട്രാൻസ്ഫറബിൾ ആണ്. ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ 3 ഐ ഡി നമുക്ക് ക്രിയേറ്റ് ആക്കാം. 100% റിട്ടേൺ പോളിസി ഉണ്ട് 30 ഡേയ്സിനുള്ളിൽ. അതുപോലെ തന്നെ സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ട് പ്രീമിയം മെമ്പേഴ്സിന്. വീക്ക്ലി 2 ടൈംസ് ആണ് ഓൾറെഡി ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ എവറി ഇൻകത്തിൽ നിന്ന് TDS കട്ടാക്കിയിട്ട് അത് കമ്പനി ഡയറക്റ്റ് നിങ്ങളുടെ പാൻ കാർഡിലേക്ക് TDS പേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിയൻ മെമ്പർഷിപ്പ് നമുക്കറിയാം, CATU, INTUC, BMS, ATUC, അതുപോലെ തന്നെ STU. നിങ്ങൾ ഏത് പാർട്ടിയിൽ ആളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങൾക്ക് യൂണിയൻ സപ്പോർട്ടും കിട്ടും. അതായത് ഇത് ലീഗൽ ബിസിനസ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് യൂണിയൻ സപ്പോർട്ട് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ എന്താവശ്യത്തിനും യൂണിയൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പീസ്ഫുൾ ലൈഫ്, ഹെൽത്ത്, വെൽത്ത്, നോളജ്, റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്. സോ ലാസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയുന്ന കാര്യം, നമ്മുടെ ടൈം ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിഷ്യസ് ആയിട്ടുള്ള ടൈമാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയാം. ഒന്ന്, ഫ്യൂച്ചറിസ്റ്റിക് ഇൻഡസ്ട്രി ആയിരിക്കണം. കാരണം ഭാവിയിൽ ഇനി വളരുന്ന മേഖലയാണ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും വളരുന്ന മേഖലയായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫറബിൾ ആയിരിക്കണം. സോ എന്തുകൊണ്ടും ഏതൊരു സാധാരണ വ്യക്തിക്കും വളരെ സിമ്പിൾ ആയിട്ട് വിജയിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടൊരു അവസരം തന്നെയാണ് ഓക്സി ഇന്റർനാഷണൽ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ഇതിനെപ്പറ്റി ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആരാണോ നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് ഈ ഒരു സൂം മീറ്റിംഗിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് ആ വ്യക്തിയുമായിട്ട് ഇന്ന് തന്നെ ഇരിക്കുക, സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് വിജയിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു പ്രസന്റേഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ മെമ്പേഴ്സിനും, എല്ലാ ഓക്സിൻസിനും ഹൃദയം നിറഞ്ഞ നന്ദി. എനിവേ, വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഐ റെസ്പെക്ട് യു ആൾ.